മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണ്. ഷിൽഫാറ്റയ്ക്കും ഗൻസോളിക്കുമിടയിലുള്ള 4.88 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിനായി കഴിഞ്ഞ ദിവസം ഖനനം പൂർത്തിയാക്കിയത് നിർണായക നേട്ടമാണ്. നിയന്ത്രിത സ്ഫോടനത്തിലൂടെയാണ് ഖനനം പൂർത്തിയാക്കിയത്. മൊത്തം 21 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിന്റെ ഭാഗമാണിത്. അതിൽ 7 കിലോമീറ്റർ കടലിനടിയിലൂടെയാണ്. പദ്ധതിയുടെ ആദ്യ ഭാഗം 2027 പ്രവർത്തനക്ഷമമാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ജപ്പാന്റെ ഷിങ്കൻസൻ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ആദ്യ ചിത്രം അതിവേഗതയാണ്. മണിക്കൂറിൽ 320 കിലോമീറ്ററാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. അതിമനോഹാരിതയാണ് ആൽപ്സ് പർവ്വതങ്ങൾ നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ട ചിത്രം. 789.5 കിലോമീറ്റർ ദൂരമുള്ള പാരീസിൽ നിന്ന് ആൽപ്സിൽ എത്താൻ ഫ്രാൻസിന്റെ ബുള്ളറ്റ് ട്രെയിനായ TGVയിൽ വെറും 3 മണിക്കൂർ മതി. ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, നെതർലാൻഡ്സ് രാജ്യങ്ങളെ പരസ്പരം അതിവേഗം ബന്ധിപ്പിക്കുകയാണ് ജർമ്മനിയുടെ ബുള്ളറ്റ് ട്രെയിനായ ഡ്യൂഷ് ബാൻസ് ഇന്റർസിറ്റി എക്സ്പ്രസ് അഥവാ ICE. ഈ അതിവേഗ ട്രെയിനുകളുടെ പട്ടികയിൽ മികച്ച ട്രെയിൻ നെറ്റ്വർക്കുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ എന്തുകൊണ്ട് ഉൾപ്പെടുന്നില്ല? ഇന്ത്യക്ക് അത് വെറുമൊരു സ്വപ്നമാണോ? അല്ല എന്നും ഇന്ത്യയും ആ പട്ടികയിൽ ഉടൻ ഇടം പിടിക്കാൻ പോകുകയാണ് എന്ന് തെളിയിക്കുകയുമാണ് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി. ഓഗസ്റ്റിൽ ടോക്കിയോ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷിങ്കൻസൻ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്തത് ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള കുതിപ്പിന്റെ സൂചനയായിരുന്നു. ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയായ മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയിലെ സാധ്യതകൾ നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു ഈ യാത്രയിലെ ലക്ഷ്യം. ജപ്പാനിൽ പ്രത്യേക പരിശീലനം നേടുന്ന ഇന്ത്യൻ ലോക്കോ പൈലറ്റുമാരുമായി പ്രധാനമന്ത്രി സംവദിച്ചതും ഇതിന്റെ ഭാഗമാണ്. ഇന്ത്യയ്ക്കായി ജപ്പാൻ നൽകാൻ പോകുന്നത് അത്യാധുനിക E10 ഷിങ്കൻസൻ ട്രെയിനുകളാണ്. ഭൂകമ്പങ്ങളെ നേരിടാൻ വരെ സംവിധാനമുള്ള ഈ ട്രെയിൻ സമാനതകളില്ലാത്ത സുരക്ഷയും കാര്യക്ഷമതയും വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ സ്വപ്ന പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. ഷിൽഫാറ്റയ്ക്കും ഗൻസോളിക്കും ഇടയിലുള്ള 4.88 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിനായി ഖനനം പൂർത്തിയാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിർണായക ഖനനം പൂർത്തിയാക്കിയതിന് സാക്ഷിയായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗൻസോളി ഷാഫ്റ്റിലുണ്ടായിരുന്നു. മൊത്തം 21 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിന്റെ ഭാഗമാണിത്. അതിൽ 7 കിലോമീറ്റർ കടലിനടിയിലൂടെയാണ്. ഡ്രിൽ ആൻഡ് ബ്ലാസ്റ്റ് രീതി ഉപയോഗിച്ചാണ് ഖനനം നടത്തിയത്. ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് നേട്ടം എന്നാണ് കേന്ദ്രമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. मुंबई अहमदाबाद बुलेट ट्रेन में माननीय प्रधानमंत्री जी का जो संकल्प है, उससे मुंबई से अहमदाबाद की यात्रा हम सब के लिए कंफर्टेबल 2 घंटे 7 मिनट की यात्रा हो जाएगी. 2 घंटे 7 मिनट में मुंबई में आराम से बैठो, अहमदाबाद में उतरो, अहमदाबाद से बैठो, मुंबई में उतरो. और रास्ते में बड़े बड़े शहर हैं, तो इन सारे के सारे शहरों की इकोनॉमी एक हो जाएगी और उसका एक बड़ा मल्टीप्लायर इम्पैक्ट. 320 കിലോമീറ്റർ തീവണ്ടിപ്പാലം പൂർത്തിയാക്കിയതടക്കം ശ്രദ്ധേയമായ പുരോഗതിയാണ് കുറഞ്ഞ കാലയളവിനുള്ളിൽ പദ്ധതി കൈവരിച്ചത്. സബർമതി തുരങ്കം, നദികൾക്ക് മുകളിലൂടെ നിർമ്മിക്കുന്ന പാലങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും സ്റ്റേഷൻ നിർമ്മാണം എന്നിവയും അതിവേഗം പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. ലോകശ്രദ്ധ ഇതിനകം പിടിച്ചുപറ്റിയതാണ് പദ്ധതിയിലെ നൂതന എഞ്ചിനീയറിംഗ് കണ്ടുപിടുത്തങ്ങൾ. 2 ബുള്ളറ്റ് ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സിംഗിൾ ടണൽ സാങ്കേതിക വിദ്യ, തീവണ്ടിപ്പാലം നിർമ്മാണത്തിൽ 40 മീറ്റർ ഗർഡറുകൾ വിന്യസിച്ചതടക്കം സാങ്കേതിക നേട്ടങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ഈ സാങ്കേതിക കണ്ടുപിടുത്തത്തിന്റെ കാര്യക്ഷമതയെയും രൂപകൽപ്പനയിലെ മികവിനെയും പദ്ധതിയിലെ ജാപ്പനീസ് പങ്കാളികൾ പ്രശംസിച്ചിട്ടുണ്ട്. ജാപ്പനീസ് വിദഗ്ധരുടെ നിരന്തരമായ പിന്തുണയും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഈ പദ്ധതിയിലൂടെ ഇന്ത്യ ഗണ്യമായ സാങ്കേതിക പരിജ്ഞാനവും നേടിയിട്ടുണ്ട്. സമ്പദ്വ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റമാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി കൊണ്ടുവരാൻ പോകുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ഹബ്ബായ മുംബൈയെയും മറ്റ് പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുമെന്നതാണ് പദ്ധതിയിലൂടെ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളിലൊന്ന്. മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള യാത്രാസമയം വെറും 2 മണിക്കൂർ 7 മിനിറ്റായി കുറയ്ക്കാൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കും. അങ്ങനെ ആനന്ദ്,
അഹമ്മദാബാദ്, വഡോദര, സൂറത്ത്, വാപ്പി, മുംബൈ ഉൾപ്പെടെ സാമ്പത്തിക ഇടനാഴി രൂപപ്പെടും. ഇത് ഏകീകൃത വിപണിക്കും വ്യാവസായിക വളർച്ചയ്ക്കും വഴിയൊരുക്കും. പദ്ധതി ജ്ഞാന കൈമാറ്റം, സാമ്പത്തിക സംയോജനം എന്നിവ സുഗമമാക്കുന്നതിനോടൊപ്പം മധ്യവർഗത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുമെന്നതും തീർച്ചയാണ്. ലോകോത്തര നിലവാരം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ ലോക്കോ പൈലറ്റുമാർക്കും മറ്റ് ജീവനക്കാർക്കും ജപ്പാനിൽ പ്രായോഗിക പരിശീലനം നൽകി വരികയാണ്. സുരക്ഷയ്ക്കും കാര്യക്ഷമതയ്ക്കുമായി നൂതന സിമുലേറ്ററുകളിൽ ലോക്കോ പൈലറ്റുമാർക്കുള്ള പരിശീലനവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രാജ്യത്ത് ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനത്തിന്റെ ഭാഗമാണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള ഭാവിയിലെ അതിവേഗ റെയിൽ ശൃംഖലകൾക്ക് ഈ ഇടനാഴി ഒരു മാതൃകയായി മാറും.